ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്നും നമ്മളെങ്ങനെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പം ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പേജ് വരും. ആൻഡ് അതിൽ നമുക്ക് മുകളിലൊരു സെർച്ച് ബാർ ഉണ്ടാകും. ഈ സെർച്ച് ബാറിൽ നമുക്ക് ഏത് ടൈപ്പ് സ്റ്റിക്കറാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് വിൻറ്റേജ് തീം സ്റ്റിക്കേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ ഒരുപാട് സ്റ്റിക്കേഴ്സ് വരും. ഇപ്പോൾ ഇത് നമുക്ക് ഒരു ഷീറ്റിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സിൻ്റെ പിക്ചേഴ്സുള്ള ഇതുപോലെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി ഇങ്ങനെയല്ലാതെ നമുക്ക് സിംഗിളായിട്ടും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കളർ തീമൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രാപ്പ് ബുക്കൊക്കെ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനൊരു പ്രത്യേകം കളർ തീം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കളർ തീമിലുള്ളത് അടിച്ചു കൊടുത്താൽ ഇതുപോലൊരു സെറ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ഓരോന്ന് സിംഗിളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു എന്താ പറയുക ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റായിട്ടുള്ളതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, ഇപ്പോൾ ഒറ്റയ്ക്കുള്ള ഫോട്ടോസും കാര്യങ്ങളുമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അതുപോലെയുള്ള സ്റ്റിക്കേഴ്സ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് വെച്ച് ദെൻ ക്യാൻവയിൽ പോയിട്ട് നമുക്ക് A4-ലോ A3-ലോ ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുത്തിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ഓഫ് മേക്കിംഗ് സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പോയാലും ഇനിയല്ല ഒരുപാട് ഓൺലൈൻ സൈറ്റ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിലൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭയങ്കര റേറ്റാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത്, അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു തീം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, നമ്മൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത് മുഴുവൻ കിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതും കുറേ വരും, അതിനും നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ആ ഒരു റേഞ്ചിൽ വരും. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മാത്രം നിങ്ങളിതിന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ഓർത്ത് ഇതാക്കേണ്ട, നല്ല അടിപൊളി തന്നെ ആയിരിക്കും. ഇതിൻ്റെ മുകളിലൊരു 3 ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നേരെ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിക്കോളും. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുക, മുകളിൽ ഒരു റൈറ്റ് സൈഡിലൊരു 3 ഡോട്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക, അതിന് താഴെ ഒരു ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നേരെ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുന്ന വീഡിയോ, പ്രിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ഒരു നോർമൽ പ്രിൻറ്റിങ് പേപ്പറിലാണ്, കളർ പ്രിൻറ്റ് നോർമൽ പേപ്പറിലാണ്. ആൻഡ് ഇതിന് റേറ്റ് വരുന്നത് 30 രൂപയാണ് ഒരു A4 സൈസിൽ. ഓക്കെ, അപ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾ പ്രിൻ്റ് എടുക്കുമ്പോൾ A3-ൽ എടുത്തോളുക. കാരണം A3-ൽ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 35 അല്ലെങ്കിൽ 40 രൂപയ്ക്ക് ഒരു A3 ഷീറ്റ് കിട്ടും. ഓക്കെ, A4-ന് 30 കൊടുക്കണം, A3 ആകുമ്പോൾ 35 അല്ലെങ്കിൽ 40 രൂപ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയും ലാഭം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ A3-ലാണ്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ പ്രിൻ്റർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ A4 സൈസിലാക്കിയിട്ട് എടുത്തത് കേട്ടോ. നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടൊരു A3-ലേക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക നല്ലത്. ഓക്കെ, പിന്നെ ഇത് കട്ട് ചെയ്യുന്ന പരിപാടിയാണ്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ആ പേപ്പറിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ജസ്റ്റ് എല്ലാത്തിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, പെർഫെക്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ദെൻ ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ സിസേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഭയങ്കര എന്താ പറയുക, നമുക്കിത് കാണുമ്പോൾ തോന്നുമോ ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണമല്ലോ എന്നുള്ളൊരു മൈൻഡൊക്കെ വരും. പക്ഷേ ചെയ്ത് വരുമ്പോൾ സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം എല്ലാം ഒന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ദെൻ ഓരോന്ന് എടുത്തിട്ട് നമ്മളതിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കുക.
ഓക്കെ. പിന്നെ ഈ സ്റ്റിക്കേഴ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ബോർഡർ കൈൻഡ് ഓഫ് സംഭവമുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു ബോർഡറിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ വേറൊരു സ്ക്രാപ്പ് ബുക്കിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്ത കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഞാനിവിടെ സൈഡിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊരു സ്ക്രാപ്പ് ബുക്കിന് വേണ്ടി മാത്രം, അതിന് വേണ്ടിയിട്ട് ആ തീമിൽ ബേസ് ചെയ്തിട്ടുള്ളത് മാത്രം ഞാൻ ഓരോന്നോരോന്ന് സിംഗിളായിട്ട് സെലക്ട് ചെയ്തിട്ട് ക്യാൻവയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. ഇനി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏത് പേപ്പറിൽ വേണമെങ്കിലും പ്രിൻ്റ് എടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു നോർമൽ ഷീറ്റിലാണ്. ഇനി ഇതിൻ്റെ സ്റ്റിക്കർ പ്രിൻറ്റും നമുക്ക് അവൈലബിൾ ആണ്. അതായത് ബാക്കിൽ ഇങ്ങനെ പീൽ ഓഫ് ചെയ്തിട്ട് കിട്ടുന്നതില്ലേ, അതായിട്ടാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആ ബാക്ക് ഒന്ന് പീൽ ഓഫ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ബാക്കിൽ ഗ്ലൂവോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ കൂടുതലായിട്ടും ഇപ്പോൾ 3D ഫ്രെയിംസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ കട്ടിയുള്ള ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് പുറത്തേക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടാണല്ലോ കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സാധാ പേപ്പറിൽ പ്രിൻ്റ് എടുത്താൽ മതിയാവും. അതിൻ്റെ ബാക്കിൽ ഓക്കെ. പിന്നെ ഇപ്പോൾ ജേർണൽസൊക്കെ ചെയ്യാനാണെന്നെങ്കിൽ ഇതുപോലെ ബാക്കിൽ ഗ്ലൂ വരുന്ന ടൈപ്പുള്ള സ്റ്റിക്കർ ഷീറ്റിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ആവശ്യമുള്ള നല്ല അടിപൊളി സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ.